ശ്രീ സേനാപതി വേണു, അങ്ങയിലേക്ക് ഒരിക്കൽ കൂടി വരേണ്ടതുണ്ട്. ഇപ്പോൾ വിദ്യാസാഗർ ഗുരുമൂർത്തി പറഞ്ഞു വെച്ച ആ പോയിന്റിൽ നിന്ന് നമുക്കൊന്ന് തുടങ്ങാം. ഒന്ന്, ഈ പ്രതിനിധി സംഘത്തെ നയിക്കേണ്ടിയിരുന്നത് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയാണ്. പക്ഷേ അതുണ്ടായില്ല. അതൊന്ന്, അത് കൃത്യമായ ഒരു ഈഗോ, വളരെ കൃത്യമായ ഒരു ഈഗോ രാഹുൽ ഗാന്ധിക്ക് ഉണ്ട് എന്നുള്ളതാണ് ഉയരുന്നൊരു വിമർശനം. രണ്ടാമത്തെ കാര്യം, ഈ വിദേശ പ്രതിനിധികളുടെ ലിസ്റ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനെ സമീപിക്കുമ്പോൾ ആ ലിസ്റ്റിൽ ശശി തരൂർ ഇല്ല. ഇതിൽ ഈ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രതിനിധി സംഘത്തെ നയിക്കാൻ ഏറ്റവും കഴിവും പ്രാപ്തിയും അനുഭവ സമ്പത്തുമുള്ളത് ശശി തരൂരിനായിരുന്നു. പക്ഷേ ശശി തരൂരിൻ്റെ പേര് അവിടെ ഇടം പിടിച്ചില്ല. പകരം ഗൗരവ് ഗൊഗോയെ പോലുള്ള ആളുകളുടെ പേര്, അങ്ങേയറ്റം ചില അപവാദ കഥകളൊക്കെ ഗൗരവ് ഗൊഗോയുടെ ഭാര്യയുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തെ സംബന്ധിച്ചുമൊക്കെ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ തെരഞ്ഞുപിടിച്ചുകൊണ്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയും ശശി തരൂരിനെ പോലെ അനുഭവ സമ്പത്തും പ്രാപ്തിയും ഭാഷാ വൈദഗ്ധ്യവുമുള്ള ഒരാളെ തഴഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ കോൺഗ്രസ് ഒരു ലിസ്റ്റ് തയ്യാറാക്കിയത്. അതെന്തുകൊണ്ടായിരുന്നു ശ്രീ സേനാപതി വേണു? അത് ഇപ്പോൾ ശശി തരൂരിൻ്റെ ഒരു പെർഫോമൻസ് കാണുമ്പോൾ യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു നടപടിയെടുത്ത ആളുകൾക്ക് പോലും കുറ്റബോധം തോന്നേണ്ട ഒരു ഘട്ടമാണിപ്പോൾ. നീലിമ, ഞങ്ങളുടെ നേതാവ് ശശി തരൂരിനെ കുറിച്ച് ശ്രീ ഗുരുമൂർത്തി പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും ഞാൻ അദ്ദേഹത്തോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ ഈ ഗുരുമൂർത്തിയോട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു, അങ്ങ് ഇപ്പോൾ വിശേഷിപ്പിച്ച വിശ്വപൗരൻ, ഇത്രയും കഴിവും പ്രാപ്തനുമായ ആള് തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തെ തോൽപ്പിക്കുന്നതിന് വേണ്ടി എത്രയും നിന്ദ്യവും നീചവുമായ രാഷ്ട്രീയ പ്രചരണങ്ങളും വ്യക്തി ഹത്യയും എല്ലാം നടത്തുന്നതിന് ഏറ്റവും മുന്നിൽ നിന്നത് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി BJP ആണ് എന്ന് ഞാൻ എല്ലാ ആദരവും ശ്രീ ഗുരുമൂർത്തിയെ നിലനിർത്തിക്കൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്പർ 1. നമ്പർ 2, ശ്രീ ഗുരുമൂർത്തി, ശശി തരൂര് ഈ സംഘത്തിൽ ഉൾപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുത്തതുകൊണ്ടും തിരുവനന്തപുരത്തെ ജനങ്ങൾ അദ്ദേഹത്തെ 3ാമത് വട്ടം വിജയിപ്പിച്ചതുകൊണ്ടും പാർലമെന്റിൽ അദ്ദേഹം MP ആയതുകൊണ്ടുമാണ് അദ്ദേഹം ഈ സംഘത്തിൽ ഉൾപ്പെട്ടത്. നിങ്ങൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ തോൽപ്പിച്ചിരുന്നുവെങ്കിൽ വിദേശത്തേക്ക് പോകുന്ന എംപിമാരല്ല വിദേശത്തേക്ക് പോകുന്ന സംഘത്തിൽ പ്രഗത്ഭനായതുകൊണ്ട്, അല്ലെങ്കിൽ വിശ്വപൗരനായതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കഴിവുകളുള്ള ആളായതുകൊണ്ട് ശശി തരൂരിനെ നിങ്ങൾ ആ സംഘത്തിൽ എടുക്കത്തില്ല. അപ്പൊ ശശി തരൂരിനെ സംഘത്തിൽ എടുക്കാനുള്ള കാരണം എന്താ? ശശി തരൂർ നീലിമ, എന്നെ പറയാൻ അനുവദിക്കൂ. മുരളീധരനും ആ സംഘത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. നീലിമ, എന്നെ ഒന്ന് പറയാൻ, ഞാൻ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു വരുന്ന വിഷയത്തിലേക്ക് ഒന്ന് പൂർണ്ണമായിട്ട്. ഇനി 92-ലെ ഒരു പ്രീസിഡന്റ് 94-ലെ ഒരു പ്രീസിഡന്റ് നമ്മുടെ രാജ്യത്തുണ്ട്. അന്ന് ഐക്യരാഷ്ട്രസഭയിൽ സംസാരിക്കാൻ പോകുമ്പോൾ ശ്രീ വാജ്പേയി അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, രാജ്യം ഭരിക്കുന്ന പാർട്ടി ആ പാർട്ടിയെ എതിർക്കുന്ന പ്രതിപക്ഷത്തിന്റെ നേതാവിനെ ഐക്യരാഷ്ട്രസഭയിൽ രാജ്യത്തിന് വേണ്ടി സംസാരിക്കാനായിട്ട് വിട്ടു. അയൽക്കാര് എന്ന് പറഞ്ഞാൽ അയൽ രാഷ്ട്രക്കാരൻ അവൻ ഞെട്ടിപ്പോയി. കാരണം എന്താ, ഭരിക്കുന്ന കോൺഗ്രസ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവും പ്രതിപക്ഷ നേതാവുമായ വാജ്പേയിയാണ് ഐക്യരാഷ്ട്രസഭയിൽ ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കാനായിട്ട് വിട്ടത്. ഞാൻ ചോദിക്കുന്നു ഇന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടി പ്രതിപക്ഷ നേതാവ് ഈ സംഘത്തെ നയിക്കുവാൻ അതിൽ ഉൾപ്പെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞില്ല. അവർ പറഞ്ഞത് എന്താണ്? നിങ്ങൾ കോൺഗ്രസിന്റെ അംഗങ്ങളുടെ പേര് തരിക. ഇനി ഞാൻ വീണ്ടും അങ്ങോട്ട് ചോദിക്കുന്നു, ഇത്രയും ബഹുമാനം നിങ്ങൾക്ക് കോൺഗ്രസിനോടുണ്ട് എങ്കിൽ, ശശി തരൂരിനോടുണ്ട് എങ്കിൽ, നിങ്ങൾ ഒരു കാഷ്വൽ ആയിട്ടൊരു ചർച്ചയിൽ പറയണമല്ലോ, ആ സംഘത്തിൽ ശശി തരൂരിന്റെ കൂടി പേര് ഉൾപ്പെടുത്തണം. കാരണം അദ്ദേഹം പ്രഗത്ഭനാണ്. നിങ്ങൾ 4 ആളുകളുടെ പേരാണ് ചോദിച്ചത്. 4 ആളുകളുടെ പേര് ചോദിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം എന്ന നിലയിൽ ഞങ്ങൾ 1, 2, 3, 4 എന്ന ആളുകളുടെ പേര് കൊടുക്കും. നിങ്ങള് തിരുവനന്തപുരത്ത് ആക്ഷേപിച്ച് അധിക്ഷേപിച്ച് ഒരു കഴിവും. ശ്രീ സേനാപതി വേണു, ആ കോൺഗ്രസ് കൊടുത്ത അംഗങ്ങളെ കുറിച്ചുള്ള വളരെ കൃത്യമായ വിമർശനമൊക്കെ ആ ഘട്ടത്തിൽ ഉയർന്നതാണ്. ഒന്ന്, ഞാൻ പറഞ്ഞ ഗൗരവ് ഗൊഗോയ്, കോൺഗ്രസ് ഇക്കാര്യത്തിൽ എത്രത്തോളം സീരിയസ് ആണ്, എത്രത്തോളം പാകിസ്ഥാനോട് അനുഭാവം പുലർത്തുന്ന ആളുകളെ ഈ ലിസ്റ്റിൽ കുത്തിത്തിരുകാൻ ശ്രമിച്ചിട്ടുണ്ട്, അത് നിഷേധിക്കേണ്ട. ഒന്ന്, ഗൗരവ് ഗൊഗോയ്, അദ്ദേഹം 15 ദിവസം
പാകിസ്ഥാനിൽ പോയി താമസിക്കുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു അവിടുത്തെ പാക് NGOയുടെ ജീവനക്കാരിയായിരുന്നു. അവിടെ പാക് മിലിറ്ററി ഉദ്യോഗസ്ഥരുമായൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്നതാണ് ഈ ഗൊഗോയുടെ ഭാര്യ എന്ന് പറയുന്നത്. മറ്റൊന്ന് കർണാടകയിൽ നിന്നുള്ള ഒരു MP ആയിരുന്നു. അവിടെ രാജ്യസഭയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പാക് അനുകൂല മുദ്രാവാക്യം മുഴക്കിയതാണ് വിധാൻ സൗധയിൽ. അതിനെതിരെ കേസ് നിലനിൽക്കുന്നുണ്ട്. മറ്റൊരാൾ ഖാലിസ്ഥാൻ വിഘടനവാദി നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളായിരുന്നു. അങ്ങനെ കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റ് എന്ന് പറയുന്നത് തീർത്തും ഭാരത വിരുദ്ധ നിലപാടുകൾ കൈക്കൊള്ളുന്ന, ശത്രു രാജ്യത്തോട് വളരെയധികം സ്നേഹം പുലർത്തുന്ന ചില ആളുകളുടെ ലിസ്റ്റുകളാണ് നിങ്ങൾ കൊടുത്തത്. അതൊക്കെ പുറത്തു വന്നതാണ് ശ്രീ സേനാപതി വേണു. ഞാൻ നീലിമ അത് പൂർണ്ണമായിട്ടും എനിക്ക് കേൾക്കാൻ പറ്റിയില്ലെങ്കിലും നീലിമ പറഞ്ഞ സംഭവം അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വിനീതമായിട്ട് അങ്ങോട്ട് ചോദിക്കുന്നു, ഇന്നത്തെ BJP ആണ് പഴയ ജനതാ പാർട്ടി. ആ ജനതാ പാർട്ടിയുടെ നേതാവ് മൊറാർജി ദേശായിക്കാണ് ഇന്ത്യക്കാരനായ ഒരു മനുഷ്യന് പാകിസ്ഥാന്റെ പരമോന്നതമായ പദവി, എന്താ അതിന്റെ പേര്, നിഷാനെ ആത്മിയോ ഏതാണ്ട് പദവി കൊടുത്തിരിക്കുന്നത്. അത് പഴയ ജനതാ പാർട്ടിക്കാരൻ. ആ ജനതാ പാർട്ടിയിൽ നിന്നാണല്ലോ ഈ BJP ഒക്കെ രൂപപ്പെട്ടത്. എന്താ പറഞ്ഞേ, പാകിസ്ഥാന്റെ രൂപീകരണം അല്ലെങ്കിൽ പാകിസ്ഥാൻ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യ വിഭജനത്തിന് നേതൃത്വം കൊടുത്തയാള്, ആ വിഭജനത്തിന് നേതൃത്വം കൊടുത്തയാളുടെ ഖബറിൽ പോയി അദ്ദേഹം മതേതരവാദിയാണ് എന്ന് പ്രസംഗിച്ചത് BJPയുടെ നേതാവ് ലാൽകൃഷ്ണ അദ്വാനിയാണ്. ഞങ്ങളാരുമല്ല ആ രീതിയിലുള്ള പ്രസംഗങ്ങളൊന്നും നടത്തിയിട്ടുള്ളത്. അപ്പോൾ കാലാകാലങ്ങളിൽ ഈ രീതിയിലുള്ള പ്രസംഗങ്ങളും പ്രവർത്തികളും ഒക്കെ നടത്തുന്ന ആളുകൾ, ഇപ്പൊ രാഹുൽ ഗാന്ധി ഇതിനകത്ത് പോകുന്നില്ല. രാഹുൽ ഗാന്ധിയെ നിങ്ങൾ വിളിച്ചില്ല. നിങ്ങൾ വിളിച്ചിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി വന്നേനെ. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവല്ലേ, വലിയ ഉത്തരവാദിത്തമുള്ള ഒരു പോസ്റ്റ് കൈകാര്യം ചെയ്യുന്ന ആളല്ലേ. രാജ്യം ഇത്ര വലിയ ഒരു അപകടസന്ധി നേരിടുമ്പോൾ ഞാൻ മുന്നിട്ടിറങ്ങി വരാം, ചർച്ചയാകാം, പ്രതിനിധി സംഘത്തെ ഞാൻ നയിക്കാം എന്ന് പറയാനുള്ള ആർജവം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകേണ്ടിയിരുന്നില്ലേ? മകളുടെ കല്യാണത്തിന് പോകുന്നതും വിരുന്നിൽ പങ്കെടുക്കുന്നതും ഞാൻ അങ്ങയിലേക്ക് വരാം. അങ്ങ് എന്തായാലും ഇക്കാര്യത്തിൽ ന്യായീകരണം മാത്രമേ അങ്ങയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയുള്ളൂ.